ദാ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കണ്ടോ? നല്ല സുന്ദരിയായിട്ട് നല്ല വെളുത്ത നിറത്തിലുള്ള പൂക്കളും പച്ച നിറത്തിലുള്ള ഇലകളുമായിട്ട് നിറയെ പൂത്തു നിൽക്കുന്ന ഇത് ഒരു നമുക്ക് തോന്നും ഒരു അലങ്കാര ചെടിയാണെന്ന്. അലങ്കാര ചെടിയായിട്ടും വേണമെങ്കിൽ വളർത്താം. പക്ഷേ ഇതൊരു ഔഷധ ചെടിയാണ് കേട്ടോ. ഞാൻ ഇതിന്റെ വീഡിയോ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ചെറുള എന്ന് പറയുന്ന ഒരു ഔഷധ ചെടിയാണ്. ഇതിന്റെ ബലിപ്പൂവ് എന്നുകൂടി പേരുണ്ട്. തിരുവാതിരയുടെ അന്ന് നമ്മൾ ദശപുഷ്പങ്ങൾ തലയിൽ ചൂടാറില്ലേ? ആ ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ചെറുള. ദശപുഷ്പങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് ചെറുള എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയേറെ ഔഷധ ഗുണങ്ങളുണ്ട് ചെറുളയ്ക്ക്. ചെറുളയുടെ ഒരു ചെറിയ തണ്ടെടുത്ത് നിത്യവും തലയിൽ ചൂടിയാൽ പോലും, വെറുതെ തലയിൽ ചൂടിയാൽ പോലും ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൂടാതെ നമ്മൾ കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ഔഷധ സസ്യങ്ങൾ ചേർക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ചെറുള. അത്രയ്ക്ക് ഔഷധ ഗുണങ്ങളുണ്ട്. മൂത്രാശയക്കല്ല്, മൂത്രതടസ്സം, യൂറിൻ ഫ്ലോ കുറവ്, യൂറിൻ ഇൻഫെക്ഷൻ എന്നിവ ഉള്ളവര് സമൂലം പറിച്ചെടുത്ത് അത് നന്നായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നിത്യവും കുടിക്കുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ അസുഖങ്ങളെല്ലാം പെട്ടെന്ന് മാറുന്നതാണ്. മൂത്രാശയക്കല്ലിന് ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ചെറുള. അത് സമൂലം പറിച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നിത്യവും കുടിക്കുക. അപ്പോൾ ഈ മൂത്രാശയ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളും പെട്ടെന്ന് മാറിക്കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ചെറുള പറിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിനു ശേഷം നമ്മൾ കുളിക്കുകയാണെങ്കിൽ ശരീരവേദന മാറും, നടുവേദനയും മാറിക്കിട്ടുന്നതായിരിക്കും. ഗർഭിണികളെ ഗർഭകാലത്ത് ചെറുള സമൂലം തിളപ്പിച്ച വെള്ളം കുടിക്കാവുന്നതാണ്. സുഖപ്രസവം ലഭിക്കുന്നതിനും പിന്നെ ശരീരത്തിലുണ്ടാവുന്ന നീർക്കെട്ട് അതെല്ലാം മാറുന്നതിനും ഈ ചെറുള ഉപയോഗിക്കാവുന്നതാണ്. ചെറുളയുടെ ഇല അരച്ച് കലക്കിയ മോര് കുടിച്ചാൽ പ്രമേഹം ഇല്ലാതാവും. ഇലകൾ പാലിലോ നെയ്യിലോ കാച്ചി കഴിക്കുകയാണെങ്കിൽ ഓർമ്മശക്തി വർദ്ധിക്കും. ചെറിയ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് കൊടുക്കാവുന്നതാണ് ചെറുളയുടെ ഇല നെയ്യിൽ അല്ലെങ്കിൽ പാലിൽ കാച്ചിയിട്ട് കൊടുക്കുക എന്നുള്ളത്. വളർത്തിയെടുക്കാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഈ കാണുന്ന പൂവുണ്ടല്ലോ, അതിന്റെ ഉള്ളിലായിട്ട് അരി ഉണ്ടാവും. വളരെ നേരിയ അരികളാണ്. ഈ അരികൾ മുളച്ചിട്ടാണ് പുതിയ ചെടി ഉണ്ടാവുന്നത് കേട്ടോ. തണ്ടൊടിച്ച് കുത്തിയാലൊന്നും പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അരികൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ, വഴിവക്കിലോ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഇതിന്റെ ഒരു പൂവ് പറിച്ചു കൊണ്ടുവന്നിട്ട് അതിന്റെ ഉൾഭാഗത്തുള്ള അരി എടുത്ത് നമുക്ക് പറമ്പിൽ പാകി മുളപ്പിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പരിചരണം ഒന്നും ആവശ്യമില്ല. ചെറിയ ഒരു അസുഖം വരുമ്പോഴേക്കും നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോയി അമിത വില കൊടുത്ത് നമ്മുടെ ശരീരത്തെ തന്നെ കേടാക്കുന്ന മരുന്നുകൾ കഴിക്കാതെ ഇതുപോലുള്ള നമുക്ക് ചുറ്റും കാണുന്ന ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ചെറിയ ചെറിയ അസുഖങ്ങൾ മാറ്റുകയാണെങ്കിൽ നമ്മുടെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കാവുന്നതാണ്. നമുക്ക് ചുറ്റുമുള്ള ഔഷധ സസ്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത് പോലെ തന്നെ നമ്മുടെ വരും തലമുറകളും തിരിച്ചറിയുന്ന രീതിയിൽ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.